ഇനി നമ്മൾ 21ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 21ാമത്തെ ചോദ്യം പറയുമ്പോഴത്തേന് let f be the differentiable function such that എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. സോ ദെൻ അതിനകത്ത് ഇന്റഗ്രേഷനും വരുന്നുണ്ട്. സോ ഇന്റഗ്രേഷനിനകത്ത് ലെബ്നിസ് ഫോമുല നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഡിഫറൻസിയേഷനും നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസിയേഷനകത്ത് ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിനകത്ത് വേണമെങ്കിൽ ഇത് പറയാം, അല്ലെങ്കിൽ ഇന്റഗ്രേഷനകത്തും വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്റഗ്രേഷന്റെ ലെബ്നിസ് റൂൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ചാപ്റ്ററിൽ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം ഇതിനെ, കാരണം രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഇത് എന്താ നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആദ്യം പറഞ്ഞിട്ട് ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടിടത്ത് ഞാൻ ഡെറിവേറ്റീവ് എടുക്കും. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഇന്റഗ്രൽ എടുക്കുമ്പോഴാണ് ലെബ്നിസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ആദ്യം ഇവിടുത്തെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ്, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കും. സോ നമുക്ക് എന്ത് കിട്ടും, 4 × x + 2 f of x plus 2 × x plus 2 whole square, then f dash x minus 6 x plus 2 equal to, then Leibniz rule apply ചെയ്താൽ 10 × x plus 2 × f of x എന്ന് വരും. റെഡി? സോ ഇനി നമുക്ക് ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്താൽ 2 × x plus 2 whole square f dash x minus 6 × x plus 2 f of x equal to 6 × x plus 2 എന്ന് വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവനെ ഒന്ന് അറേഞ്ച് ചെയ്യണേ. സോ ഇവിടെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് കിട്ടും, dy/dx ആണ് വരുന്നത്. സോ ബാക്കി നമ്മൾ ത്രൂ ഔട്ട് ഒരു x + 2 വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ അല്ല 2x ഡിവൈഡഡ് ബൈ 2x + 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ നമുക്കിവിടെ x + 2 dy/dx എന്ന് വരും. ദെൻ ഇവിടെ നമുക്കൊരു -3 എഫ് ഓഫ് എക്സിന് നമുക്ക് y എന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ഒരു 3 എന്ന് കിട്ടും. റെഡി അല്ലേ? സോ അപ്പോൾ നമുക്ക് അതാണ് കിട്ടിയത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. സോ x + 2 × dy/dx ഈക്വൽ ടു 3 + 3y എന്ന് കിട്ടും. സോ അപ്പോൾ ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഒരു x + 2 വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പം dy/dx ഈക്വൽ ടു എനിക്ക് 3 × 1 + y / x + 2 എന്ന് കിട്ടും. സോ ഇനി ഞാനിത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റുന്നു. സോ dy/1 + y എന്ന് വരും. ഇവിടെ എനിക്ക് 3 × dx / x + 2 എന്ന് വരും. സോ ഞാൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും, log 1 + y വരും. ഇവിടെ 3 × log x + 2 log x + 2 പ്ലസ് log c എന്ന് വരും. ഇവിടെ എനിക്ക് log 1 + y, ഇവിടെ ലോഗ് കോമൺ ആയിട്ട് എടുക്കാൻ നമുക്ക് log c × x + 2 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. സോ ലോഗ് രണ്ടിടത്തും നമുക്ക് എക്സ്പോണന്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും, 1 + y = x + 2 ഹോൾ ക്യൂബ് നമുക്ക് കിട്ടും. ഓക്കെ, റെഡി. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആദ്യം f(0) കണ്ടുപിടിക്കാം. f(0) = 0 എന്നുള്ള രീതിയിൽ നമുക്ക് c-ന്റെ വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് f(0) കണ്ടുപിടിക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, f(2) ആണ് നിങ്ങളിവിടെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? സോ അപ്പം ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, f(0) ഇട്ട് നമുക്ക് c-ന്റെ വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് f(0) ഇതിനകത്ത് എന്ത് ചെയ്യുക, വാല്യൂ ഇട്ട് കൊടുക്കുക. f(0) എന്ന് പറഞ്ഞാൽ x-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കുക കേട്ടോ. സോ x-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ f(0) ഞാൻ വാല്യൂ ഡയറക്റ്റ് എഴുതുകയാണ്. f(0) നിങ്ങൾക്ക് 3/2 കിട്ടും. ദെൻ നെക്സ്റ്റ് നമുക്ക് f(2) ആണ് വേണ്ടത്. സോ f(2) ഇട്ട് കൊടുക്കുമ്പോഴേക്കും 19 ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 19 ആയിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. 21ന്റെ റൈറ്റ് ആൻസർ 19. ഓക്കെ, റെഡി?